എല്ലാവരെയും AS ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് NCERT ബുക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം 6ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. 30 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വീറ്റ് ആൻഡ് ബാർലി ക്രോപ്സ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് statement, firstly, women and men began to grow crops such as wheat and barley. The second statement is, the places where rice was first grown are to the north of the Himalayas. Select the correct answer. Option 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മളുടെ അടുത്ത് വീറ്റ് ആൻഡ് ബാർലിയുടെ കോണ്ടെക്സ്റ്റിലുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ആദ്യമായിട്ട് മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച വിഭവം എന്ന് പറയുന്നത് വീറ്റ് ആൻഡ് ബാർലിയാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഡയറക്റ്റ് പറയുന്നുണ്ട്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സെക്കൻഡ് ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? നോർത്ത് ഓഫ് ദ ഹിമാലയാസിലല്ല നമുക്ക് റൈസ് ഉൽപ്പാദിപ്പിച്ചതായിട്ട് ആ പുസ്തകത്തിൽ പറയുന്നത്, പിന്നെ എവിടെയാണ്? വിന്ധ്യാസിലാണ് ആ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ പറയുന്നത്. അപ്പോൾ വിന്ധ്യാസ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ 1 ഉള്ളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്ന് ചോദ്യം ഇതാണ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സം ഓഫ് ദ earliest cities flourished on the banks of river Brahmaputra and its tributaries. The development of the cities on the bank of Ganga and its tributaries took place about 5000 years ago. Option A 1 only, option B 2 only, option C both 1 and 2 only, option D neither 1 nor 2. ഓക്കെ, നല്ല രീതിയിൽ ചോദ്യം വായിക്കുക. ഇതിൻ്റെ അകത്ത് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തുക. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് വരുവാണെങ്കിൽ, ഫസ്റ്റ് സിറ്റീസ് അല്ലെങ്കിൽ ഏർലിയസ്റ്റ് സിറ്റീസ് ഫ്ലറിഷ് ചെയ്തിരിക്കുന്ന റിവർ ബ്രഹ്മപുത്രയുടെ തീരത്ത് അല്ല എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. പിന്നെ എവിടെയാണ് വായിച്ചിട്ടുള്ളത്? ഗംഗയാണ് വായിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 5000 years ago അല്ല നമുക്ക് ഫസ്റ്റ് സിറ്റി ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് ഗംഗയുടെ തീരത്ത് ഫസ്റ്റ് സിറ്റി ഫ്ലറിഷ് ചെയ്തതായിട്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ബോത്ത് ഡി 1 and 2 രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ശരിയായിട്ടുള്ള ഉത്തരം ഡി ആണ്, നെയ്തർ 1 നോർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്ന ചോദ്യം ഇതാണ്, ഇൻ ഏൻഷ്യൻ ടൈംസ് മഗധ എമർജ്ഡ് ബാങ്ക് ഓഫ് റിവർ. മഗധ എന്ന് പറയുന്ന കിങ്ഡം അല്ലെങ്കിൽ മഗധ എന്ന് പറയുന്ന ആ സിറ്റി ഫസ്റ്റ് എമർജ് ചെയ്തത് ഏത് നദിയുടെ തീരത്ത് ആണ്? ഏത് നദിയുടെയാണ്? ശരിയായിട്ടുള്ള ഉത്തരം ഗംഗയാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നാലാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്ത്യ, in the context of name India, which of the following statement is or are correct? The Iranians and Greeks who came through the northwest about 2500 years ago called it the Hindus or Indos. The land to the east of the river was called India. The name Bharat was used for a group of people who lived in the northwest and were also mentioned in Rigveda. ഋഗ്വേദയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരത് എന്ന നെയിം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന നാടിനെ അറിയപ്പെട്ടിരുന്നത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിയൻസും ഗ്രീക്സും അവർ വിളിച്ചിരുന്നത് ഹിന്ദോസ് ഓർ ഇൻഡോസ് ആണ്. ലാൻഡ് ഓഫ് ഈസ്റ്റിനെയാണ് എന്താണ് നമ്മൾ ഇന്ത്യ എന്ന് അറിയപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് കൃത്യമായിട്ട് സ്പെസിഫൈഡ് ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ തന്നിട്ടുണ്ട്. അപ്പം രണ്ട് ഓപ്ഷനും ശരിയാണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ, അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. റൈറ്റിംഗ്സ് ദാറ്റ് എൻഗ്രേവ്ഡ് ഓൺലി ദ സ്റ്റോൺസ് are called as inscriptions. Sometimes kings got their orders inscribed so that people could see, read and obey them. Which of the following statement given above is or are correct? 1 only, 2 only, both 1 and 2, option D neither 1 nor 2. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? നമുക്കറിയാം ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോണിൽ മാത്രം ഉള്ളതിനല്ല നമുക്ക് ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ആറാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് മാനുസ്ക്രിപ്റ്റ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? Historians, that is, the scholars who study the past, often using the word source to refer the information found from archaeological evidence only.
Option B, historians that is scholars who study the present often use word sources to refer the information found from the inscription and archaeology only. Option C, historians that is scholars who study the past often use the word sources to refer the information found from art, culture, cinema. Option D, historians that is the scholars who study the past often use the source to refer to the information found from the manuscripts, inscription and archaeology. 4 ഓപ്ഷനാണ് നമുക്ക് ആറാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. 4 ഓപ്ഷൻ വായിക്കുമ്പോൾ ഏകദേശം ഒരേപോലെ ഇരിക്കും. പക്ഷേ ഇവിടെ നോക്കൂ, കീവേഡ്സ് ആയിട്ട് ഇവിടെ പാസ്റ്റ് പറയുന്നുണ്ട്, ഇവിടെ പ്രസന്റ് പറയുന്നുണ്ട്, ഇവിടെയും പാസ്റ്റ് ആണ്, ഇവിടെയും പാസ്റ്റ് ആണ്. പിന്നീട് നമുക്ക് പറയുന്ന ഇൻഫർമേഷൻ കളക്ഷനെ കുറിച്ചാണ്. ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉള്ളിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ആൻഡ് ആർക്കിയോളജി ഉള്ളിയാണ്. ഇവിടെ പറയുന്ന ആർട്ട്, കൾച്ചർ, സിനിമയാണ്. ഇവിടെ പറയുന്ന മാനുസ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്ഷൻസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് ആണ്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി റൈറ്റ് ആയിട്ട് വരുന്ന ആൻസർ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തായാലും പ്രസന്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഇവിടെ ഉണ്ടായതുകൊണ്ട് ഈ ഓപ്ഷൻ ബി അല്ല നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അതേപോലെ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഉള്ളിയാണ് ഇവിടെ പറയുന്നത്. അപ്പം അത് മാത്രമായിരിക്കത്തില്ല ഒരിക്കലും. അപ്പോൾ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചർ, സിനിമ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മാനുസ്ക്രിപ്റ്റ്, ഇൻസ്ക്രിപ്ഷൻ, ആർക്കിയോളജി എന്ന് പറയുന്നുണ്ട്. അപ്പം ആർട്ട് ആൻഡ് സിനിമ, കൾച്ചർ നമുക്ക് ഹിസ്റ്ററി ഉണ്ടാക്കുന്നതിൽ സഹായിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഹായിക്കാറുണ്ട്. പക്ഷേ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ NCERT അനുസരിച്ച് റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 7ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതേപോലെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിരിക്കുന്നത്. ആ മാച്ച് ദ ഫോളോയിങ് തന്നെയാണ് ഇവിടെയും തന്നിരിക്കുന്നത്. നമ്മൾ ആ ചാപ്റ്റർ പഠിച്ച് നമുക്ക് എല്ലാ ഗ്രാഹ്യമുണ്ടോ, എല്ലാ ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മാച്ച് ദ ഫോളോയിങ് ഇവിടെ ഇട്ടിട്ടുള്ളത്. നർമ്മദ വാലി, Magadha, Garo Hills, Indus and its tributaries, Ganga Valley. The first kingdom, hunting and gathering, cities about 2500 years ago, early agriculture, the first city. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ആൻസറിലേക്ക് വരാൻ പറ്റും. അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെങ്കിൽ നർമ്മദ വാലി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ്? ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആണ്. ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഹണ്ടിങ് ആൻഡ് ഗാദറിങ്ങിനെ കുറിച്ച് ഇനി അതറിയത്തില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. നർമ്മദ വാലി നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അടുത്ത നമുക്ക് മഗധ എന്തായാലും ഉറപ്പായിട്ട് നമുക്കറിയാം. കാരണം മഗധ എന്ന് പറയുന്നത് ഇത് ഫസ്റ്റ് ബിഗ് കിങ്ഡം ആണ്. അപ്പം മഗധയെക്കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. ഇനി ഗാരോ ഹിൽസിനെ പറ്റി നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഇടാം. പിന്നെ നമുക്ക് വരുന്നത് ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് ആണ്. ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുമ്പോൾ ഇൻഡസിന്റെ തീരത്ത് നമുക്ക് എന്ത് വന്നു എന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് സിറ്റീസ് വന്നു എന്ന് നമുക്ക് കാണാം. അതേപോലെ തന്നെ ഗംഗ വാലീസ് 2005. ഇനി ഇവിടെ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് തന്നിട്ടില്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇവിടെ ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഏതിലേക്ക് വരാൻ പറ്റും? ഗംഗ വാലി എന്ന് പറയുന്നതിന് നമുക്ക് ഫസ്റ്റ് സിറ്റീസിലേക്ക് വരാൻ പറ്റും. അതർവൈസ് നമുക്ക് ഇവിടെ ഇൻഡസ് ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ് തന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫസ്റ്റ് സിറ്റി ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. അതേപോലെ തന്നെ ഗംഗ വാലി എന്ന് പറയുന്നത് സിറ്റീസ് അബൌട്ട് 2500 ഇയേഴ്സ് അഗോ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അതേപോലെ തന്നെ ഗാരോ ഹിൽസ് എന്ന് പറയുന്നതാണ് എയർലി അഗ്രികൾച്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗാരോ ഹിൽസിലാണ് നമുക്ക് എയർലി അഗ്രികൾച്ചർ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ 8ാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് ദ എവിഡൻസ് ഓഫ് ദ ഹണ്ടേഴ്സ് ആൻഡ് ഗാദേഴ്സ്? ഭീമട്ടേക, ഹൻസിഗി, ചിരാണ്ട്, കർണാൽ കേവ്സ്. ആലോചിക്കുക, ശരി ഉത്തരത്തിലേക്ക് വരിക. എന്താണ് ശരിയായ ഉത്തരം? നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹണ്ടേഴ്സ് ഗാദേഴ്സിന്റെ എവിഡൻസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. കിട്ടാത്ത സ്ഥലം, അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാത്ത സ്ഥലം ചിരാണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള. 9ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഈസ് ഓർ ആർ നിയോലിത്തിക് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്? കൃത്യമായിട്ട് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള സൈറ്റ്സ്, എല്ലാ സൈറ്റ്സും ആ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സൈറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ ആ മാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നതാണ്. അതിൽ നിന്ന് ഡേറ്റ നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്യേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സൈറ്റ്സും, നമ്മളിവിടെ കാണുന്ന എല്ലാ സൈറ്റ്സും, ബർഗട്ട് ആയിക്കൊള്ളട്ടെ, ബർസ ഹോം ആയിക്കോട്ടെ, മഹാഗ്ര ആയിക്കൊള്ളട്ടെ, ദജോലി, ഹാഡിങ് ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ മാപ്പിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്താമത്തെ ചോദ്യമാണ്. പത്താമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേസസ് ഓഫ് ആഷസ് ഹാവ് ബീൻ ഫൗണ്ട് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. ഏത് ആർക്കിയോളജിക്കൽ സൈറ്റിലാണ് നമുക്ക് ആഷിനെ കുറിച്ച് ഉള്ള അറിവ് കിട്ടിയത് എന്നാണ്. കേവ്സ് ഓഫ് ഭീംബട്ടേക്ക, ക്രിനാൽ കേവ്സ്, കോൾഡിവ, ഹൻസിഗി. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കർണൂൽ കേവ്സിലാണ് നമുക്ക് ഈ ഒരു ആഷസിന്റെ എവിഡൻസ് നമുക്ക് കണ്ടെത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള. അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ ന്യൂ ചേഞ്ച് ദാറ്റ് കെയിം ഫ്രം ദ ക്ലൈമറ്റ് ചേഞ്ച് ഇൻ ദ മിഡിൽ ഏജസ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. In many areas, increasing the temperature led to development of grasslands. Fishing also became important. Grains like wheat, barley, and rice grew naturally. 1 only, 2 and 3 only, 1 and 3 only, 1, 2, 3. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം ഈ 3 സ്റ്റേറ്റ്മെന്റ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുമ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആ സോൺ വായിക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റും ശരിയായിട്ടുള്ള. 12ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 12ാമത്തെ ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിസ്റ്റ് ഹാവ് ഫൗണ്ട് ദ എവിഡൻസസ് ഏർലി ഫാർമേഴ്സ് ആൻഡ് ഹെർഡേഴ്സ്. ഏർലി ഫാർമേഴ്സിനെ ഹെർഡേഴ്സിനെ നമ്മൾ കാണാൻ സാധിക്കുന്ന എവിടെയാണെന്നാണ് ചോദ്യം. നമ്മൾ ഇങ്ങനെ സൈറ്റ്സ് ഒക്കെ തരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡി എന്ന് പറയുന്നതിലേക്ക് വരാം. കാരണം എല്ലായിടത്തും ഈ പറയുന്ന പ്രദേശത്ത് ഏകദേശം മനുഷ്യവാസം ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഏകദേശം നമുക്ക് ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. എന്തായാലും ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാ ഓപ്ഷൻസും ശരിയാണ്. 13ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 13ാമത്തെ ചോദ്യം ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നിയോലിത്തിക് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്. In this period using the Paleolithic tools and construction was completely closed. These includes tools that were polished to give a fine cutting edge. In this era, mortars, pestles used for grinding grains and other plant produce. Option D, in this era, embellishment was done on pottery. കൃത്യമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് നോക്കൂ. ഇൻ ദിസ് ദ യൂസ് ഓഫ് പാലിയോലിത്തിക് ടൂൾസ് ആൻഡ് കൺസ്ട്രക്ഷൻ വാസ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. നോക്കൂ, കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് എന്ന് പറയുന്ന ഒരു വേർഡ് പറയുന്നത്. ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് പറയാം ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം എല്ലായിടത്തും പരിഷ്കാരം സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് റൈറ്റ്. ഇനി അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ ഹിൽസ് ഓഫ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയുടെ താഴ്വാരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഹിൽ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 15ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 15ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിറ്റീസ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. കാലിബഗാൻ ആൻഡ് ലോത്തൽ had fire altars. Some of the cities like Mohenjo-daro, Harappa, Lothal had elaborated storehouses. Which of the following statement? 15ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാമെങ്കിൽ ആ ഭാഗം നമ്മൾ കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ സിയിലേക്ക് വരാൻ പറ്റും. കാരണം നമുക്ക് ഫയർ ഓൾട്ടേഴ്സ് കാണാൻ പറ്റുന്ന കാലിബഗാനിലും ലോത്തലിലുമാണ്. അതേപോലെ തന്നെ സ്റ്റോർ ഹൗസ്, എലാബറേറ്റഡ് സ്റ്റോർ ഹൗസസ് ഉള്ളതായിട്ട് നമുക്ക് മോഹൻജൊദാരോ, ഹാരപ്പ, ലോത്തൽ തുടങ്ങിയ സ്ഥലങ്ങൾ പറയാൻ പറ്റും. അടുത്ത 16ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ 16ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സിറ്റീസ് of the Harappan civilization consider the following statement. The city of Dholavira stood beside the tributary of Sabarmati in Gujarat, close to the Gulf of Khambat. The city of Lothal located on Kadir Bai in Run of Kutch. 1 only, 2 only, 1 and 2 only, neither 1 nor 2. എന്താണ് ഈ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഇങ്ങനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ദി സിറ്റി ഓഫ് ധോലാവിര ലൊക്കേറ്റഡ് ഓൺ ദ കദീർ ബൈറ്റ് ഓഫ് റൺ ഓഫ് കച്ച്. ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ഇതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ദ സിറ്റി ഓഫ് ലോത്തൽ സ്റ്റുഡ് ബിസൈഡ് ദ ട്രിബ്യൂട്ടറി ഓഫ് സബർമതി ഇൻ ഗുജറാത്ത് ക്ലോസ് ടു ദ ഗൾഫ് ഓഫ് കമ്പാത്ത്. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ഈ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. റൈറ്റ് ആൻസേഴ്സ് ഈ കളർ മാച്ചിങ് വെച്ച് നിങ്ങൾ വായിച്ചെടുത്താൽ മതി. ലോത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗൾഫ് ഓഫ് കമ്പാത്തിലാണ്, റിവർ സബർമതിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ ധോലാവീരയിലേക്ക് വരുവാണെങ്കിൽ റൺ ഓഫ് കച്ചിലാണ് നമുക്ക് ധോലാവീര കാണാൻ സാധിക്കുന്നത്. കദീർ ബൈറ്റ് ആണ് ശരിയായിട്ടുള്ള. ഇനി അടുത്ത 17ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈസി ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ് ഇസ് ദ ഓൾഡസ്റ്റ് വൺ? ഋഗ്വേദ ഇസ് ദ
18ാമത്തെ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഋഗ്വേദ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓൾ ദ സൂക്താസ് ഇൻ ഋഗ്വേദ വെയർ കമ്പോസ്ഡ് ബൈ മെൻ. അടുത്ത രണ്ടാമത് തന്നിരിക്കുന്നത് ദ ലാംഗ്വേജ് ഓഫ് ഋഗ്വേദ ഈസ് കോൾഡ് സാൻസ്ക്രിറ്റ് ഓർ വേദിക് സാൻസ്ക്രിറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഋഗ്വേദ വാസ് റെസിറ്റേറ്റഡ് ആൻഡ് ഹേർഡ് റാദർ ദാൻ റീഡ്. ഓക്കെ, ശരി ഉത്തരം എന്ന് പറയുന്നത് ഏതായിരിക്കും? ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. 2 and 3 ഉള്ളി ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. എന്തുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന് തെറ്റുള്ളത്? ഇവിടെ ഓൾ ദ സൂക്താസ് ഇൻ ഋഗ്വേദ വെയർ കമ്പോസ്ഡ് ബൈ മെൻ എന്നാണ് പറയുന്നത്. കുറച്ച് സൂക്താസ് വുമനും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓൾ ദ സൂക്താസ് എന്ന് പറയാതെ ദ സൂക്താസ് ഇൻ ദ ഋഗ്വേദ കമ്പോസ്ഡ് ബൈ മെൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാർഷ്യലി അത് ശരിയാണ്. പക്ഷെ ഓൾ ദ പറഞ്ഞതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത 19ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ 19ാമത്തെ ചോദ്യം ഓൾ ദ ബറിയൽ ഹാവ് സം കോമൺ ഫീച്ചേഴ്സ് ജനറലി ഡെഡ് വെയർ ബറീഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസ്റ്റിങ്റ്റീവ് പോട്ട്സ്? ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ, ഗ്രീൻ ആൻഡ് ബ്ലൂ വെയർ, ഗോൾഡൻ വെയർ, ബ്രൗൺ വെയർ. നമ്മൾ എൻസിഇആർടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓപ്ഷൻ എ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ. 20ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൗസംബി വാസ് ലൊക്കേറ്റഡ് ഇൻ ദ ഫോളോയിങ് പ്ലേസസ്? മീററ്റ്, ഗാസിയാബാദ്, അലഹബാദ്, വാരണാസി. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി അലഹബാദ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പ്രയാഗ്രാജ്. അടുത്ത 21ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ മേജർ ചേഞ്ചസ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ഇൻ മഹാജനപദ ടൈം കൺസിഡർ ദ ഫോളോയിങ്. ദ യൂസ് ഓഫ് അയൺ പ്ലowshare grew. The people began transplanting paddy. Which of the following statement given above is or are correct? 1 only, 2 only, both 1 and 2 and neither 1 nor 2. നമുക്കറിയാം എൻസിഇആർടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണാറുണ്ട്. ബോത്ത് 1 and 2 ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഇനി നമ്മൾ 22ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വിത്ത് റെഫറൻസ് ടു ടീച്ചിങ്സ് ഓഫ് ബുദ്ധ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ബുദ്ധ ടോട്ട് ദാറ്റ് ലൈഫ് ഓഫ് ദ ഫുൾ ഓഫ് സഫറിംഗ് ആൻഡ് അൺഹാപ്പിനെസ് വെയർ which are caused due to carvings and desires. He taught that this constant carving could be removed by the middle path in everything. എന്താണ് നമ്മൾ എൻസിഇആർടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ബുദ്ധിസത്തെ കുറിച്ച് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ബുദ്ധൻ പഠിപ്പിച്ചിരിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് സഫറിങ് ആൻഡ് അൺഹാപ്പിനെസ് ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് പരിഹാരം എന്ന് പറയുന്നത് മിഡിൽ പാത്ത് ആണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 22ാമത്തെ ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ഈസ് ബോത്ത് 1 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 23ലേക്ക് വരുവാണെങ്കിൽ വാട്ട് വാസ് ദ നെയിം ഓഫ് ദ അംബാസഡർ സെന്റ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത by the ruler of West Asia Seleucus Nectar? ഓപ്ഷൻ എ മെഗസ്തനിസ്, ദമാസ്കസ്, ഫാഹൈൻ, സുവാൻസാർ. ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ മെഗസ്തനിസ് ആണ് ശരിയായിട്ടുള്ളത്. സെലൂഷ്യസ് നെക്ടർ പറഞ്ഞ് ചന്ദ്രഗുപ്തയുടെ സദസ്സിലേക്ക് അയച്ച അംബാസഡറിന്റെ പേരാണ് മെഗസ്തനിസ് എന്ന് പറയുന്നത്. 24ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് വില്ലേജസ് ഇൻ ദ നോർത്തേൺ പാർട്ട് ഓഫ് ദ കൺട്രി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ദ വില്ലേജ് ഹെഡ്മാൻ വാസ് നോൺ ആസ് ദ ഗ്രാമഭോജക. ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് ആൻഡ് സ്മോൾ ലാൻഡ് ഓണേഴ്സ് ലിവിംഗ് ഇൻ ദ വില്ലേജ് ആർ കോൾഡ് ഭൂപതി. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ 1 ഉള്ളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കാരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ദ ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് ആൻഡ് ദ സ്മോൾ ലാൻഡ് ഓണേഴ്സ് ലിവിംഗ് ദ വില്ലേജ് വെയർ കോൾഡ് ഗൃഹപതീസ് എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. ഭൂപതി അല്ല, ഗൃഹപതീസ് ആണ്. സോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്മോൾ ഫാർമേഴ്സ് അവർ വേറെ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുന്നവരാണ്, അവരെ ഗൃഹപതീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമഭോജക സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, 1 ഉള്ളിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത സംഗം ലിറ്ററേച്ചർ വാസ് റിട്ടൺ ഇൻ ദ വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ്? സംഗം ലിറ്ററേച്ചറിനെ കുറിച്ചാണ് ചോദ്യം. സംഗം ലിറ്ററേച്ചറിനെ കുറിച്ച് കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് ശരിയായിട്ടുള്ള ഉത്തരം തമിഴ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി തമിഴാണ്. 26ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് ഹാഡ് പോയറ്റ് ഹരിസേന ഇൻ ഹിസ് കോർട്ട്? ഹരിസേന ആരുടെ കോർട്ടിലെ പോയറ്റ് ആയിരുന്നു എന്നാണ് ചോദ്യം. ചന്ദ്രഗുപ്ത 1, ചന്ദ്രഗുപ്ത 2. എന്താണ് ശരിയായിട്ടുള്ള ഉത്തരം? ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് വരുവാണെങ്കിൽ ശരിയായിട്ടുള്ള ഉത്തരം സമുദ്രഗുപ്തയാണ് ശരിയായിട്ടുള്ളത്. സമുദ്രഗുപ്തയുടെ കോർട്ടിലെ പോയറ്റർ ആയിരുന്നു ആര്? ഹരിസേന എന്ന് പറയുന്നത്. ഇനി അടുത്ത 27ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് റൂളേഴ്സ് വാസ് കാളിദാസ ദ കോർട്ട് പോയറ്റ് ഓഫ്? ആരുടെ കോർട്ടിലെ പോയറ്റ് ആയിരുന്നു കാളിദാസ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ശരിയായിട്ടുള്ള ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ചന്ദ്രഗുപ്ത 2 ആണ് ശരിയായിട്ടുള്ളത്. ചന്ദ്രഗുപ്ത 2 അല്ലെങ്കിൽ വിക്രമാദിത്യനാണ് ശരിയായിട്ടുള്ള ഉത്തരം.
Which of the following ruling dynasties was Kanchipuram the capital of Shatavahana, Chalukyas, Pallavas, Cholas? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പല്ലവാസ് ആണ്. പല്ലവാസിന്റെ ക്യാപിറ്റൽ, അവരുടെ ക്യാപിറ്റൽ, ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ആയിരുന്നു കാഞ്ചീപുരം. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. 29ാമത്തെ ചോദ്യത്തിലേക്ക് വരുവാണ്. Where were the technique of making silk invented first? നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ചൈനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് സിൽക്ക് റൂട്ട് എന്നൊക്കെ നമ്മൾ ആ ഒരു പാർട്ട് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം അത് ഓർമ്മയിൽ സൂക്ഷിക്കും. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ദ iron pillar at Mehroli made 1500 years ago has no rest till date. Where it located? Okay, എവിടെയാണ് മെഹ്റോളിയിലെ അയൺ പില്ലർ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്നാണ്. മധ്യപ്രദേശ്, ബീഹാർ, ഡൽഹി, ആന്ധ്രാപ്രദേശ്. നമ്മൾ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് തന്നെ ഇത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഇതാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡൽഹിയാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ 6ാം ക്ലാസ്സിലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഹിസ്റ്ററി ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ സെഷൻ കേട്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.